السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل الصحابة الفائزين، أما بعد. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. സഹോദരങ്ങളെ, പരിശുദ്ധ യാസീൻ സൂറത്തിലെ പല ഉദാഹരണങ്ങളെല്ലാം ആക്കിയാൽ പിന്നെ ഉള്ള ആൾമാരുടെ ചിന്തകൾ ഇത്ര ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ ആവലും ചൊന്നുകൊണ്ടുള്ളത്. വയഖൂലൂന, ആ മക്കത്തെ ആൾമാർ ചൊല്ലാറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ചൊല്ലാറ്, മതാ ഹാദൽ വഅദ്, ഈ വാഗ്ദാന എപ്പ, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങളുടെ വിഷയം നേരുണ്ടായെങ്കിൽ. ചുമ്മ ടൈം ആയിട്ടല്ല നിങ്ങൾ ചൊല്ല തുടങ്ങിയിട്ട് ഖിയാമെന്നാൾ കണ്ട് മനുഷ്യന്മാരെ ഹിസാബുണ്ടു, നന്മ തിന്മ കണക്കാക്കുകൊണ്ടു, അതുപോലെ പ്രതിഫല സ്വർഗ നരകെല്ലാം ഉണ്ടു. ഇതെല്ലാം നിങ്ങൾ ചൊന്നുകൊണ്ടുള്ളതല്ലേ? ഇത് എപ്പാ ചൊന്നു കേട്ടോണ്ടില്ലേ നിബിധങ്ങളുടെ ഒട്ടിയ? ഇതൊന്ന് തമാശാക്കിയിട്ടാണ് ചൊല്ലത് റസൂലുള്ളാഹി തങ്ങൾ ഒട്ടിയ. എന്ത് പണില്ല, എന്താ കാണില്ല, ഖിയാമെന്നാൽ എന്താ പണില്ല, പുനർജന്മം എന്താ കാണില്ല, ഒരു തമാശാക്കിയിട്ട് അതൊരു ഉത്തര ഖുർആൻ ചൊല്ലി അപ്പാ ചെന്നിട്ടു. ഇപ്പോൾ പണ്ട് ആ ബന്ധത്തെ സംബന്ധിച്ചിട്ട് തക്കതായ ഉത്തര ഖുർആൻ പിന്നീട് ചൊല്ലി. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ ഈ ചൊല്ലിയ വിഷയം നേരിൽ ചൊല്ലാറുണ്ടായെങ്കിൽ അത് എപ്പാണ് കേട്ടോണ്ടില്ലെന്നോ? അപ്പം ഇത് ഖിയാമെന്നാൽ ಬೇಗೊಂದು ಬಂದಂಗಮಯ್ಯಾವಂತ, അതേപോലെ ഖിയാമത്ത് ലേറ്റ് ആവാന്ന് ചൊല്ലിട്ടൊരു വിഷയം. ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങളെ കളവാക്കുക വേണ്ടിയിട്ടും പുനർജന്മത്തെ നിഷേധിക്കുക വേണ്ടിയിട്ടാണ് ചൊല്ലിട്ട്. യഥാർത്ഥത്തിലുള്ള ആസൽമീ തങ്ങൾ ചിന്തയുണ്ടായെങ്കിൽ നല്ല ഇഖ്ലാസിൽ വേഗം ഖിയാമത്ത് വന്നെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് രക്ഷിച്ചിട്ട് അള്ളാഹുടെ കാണാൻ തല്ലേ, സ്വർഗം കിട്ടാൻ തല്ലേ ചെന്നിട്ട് അങ്ങനത്തെ ഒരാശയുണ്ടായെങ്കിൽ ഇത് അങ്ങനത്തെ ചുമ്മ ഉപകാരത്തെ കിട്ടാൻ. പക്ഷെ അങ്ങനെ ഒരു ഖിയാമത്ത് ആശിച്ചിട്ടുണ്ടല്ല, അങ്ങ് ഒട്രാസി റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്മിനീങ്ങളെ തമാശാക്കിയിട്ടാണ് ചൊല്ലത്. മുൻകാലത്തെ ആൾമാരുടെ ഈമാൻ എങ്ങനെന്ത്, നിഫാഖ് എങ്ങനെന്ത്, കുഫ്ർ എങ്ങനെന്ത്, നിഷേധം എങ്ങനെന്ത് നിങ്ങൾ മനസ്സിലാക്കണം. മായന്നൂറൂന ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടോ? അങ്ങ് കാത്തോണ്ടില്ല, ഇല്ലാ സ്വീഹത്തം വാഹിദ, ഒരു അട്ടഹാസം അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ. തഅഖുദുഹും, അങ്ങനെ അത് പിടിക്കട്, ഓഹും യഖിസ്മൂൻ, ഇങ്ങ ഈ ഗലാട്ടിലേക്കിടാ, അപ്പം ഒരു പിടി വന്നിട്ട് ഇങ്ങനെ പിടിക്കരുത്. ഇതാണ് ഇങ്ങനെ ഇപ്പോൾ കാത്തോണ്ടുള്ളത്. അതായത് ഇസ്രാഫീൽ അലൈഹിസ്സലാം തൻ്റെ സൂറൂത്തുള്ള ആ കാഹള പിടിച്ചിട്ട് ഒന്നാമത്തെ ഊത്ത് ഊതുകൊണ്ടു ലോകത്തുള്ള സർവ്വ ആൾമാർ മരിച്ചുകൊണ്ട് ഊത്ത്. ആ ഒരു ഊത്ത് പറയുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അത് വന്ന് പിടിക്കട്, എല്ലാ ആൾമാർക്കും ഇതെത്തത്. ഇങ്ങാണെങ്കിലോ ഗലാട്ടയ്ക്കാണ്ടേക്കിടാറ്, ഗലാട്ടിലേക്കിടാറ്, ചർച്ചയിലേക്കിടാറ്, കച്ചവടത്തെ വിഷയത്തിൽ, ദുനിയാവുടെ വിഷയത്തിൽ, പൈസ വിഷയത്തിൽ, ഇങ്ങനെ ദുനിയാവായിട്ട് മുഴുകിട്ടിങ്ങിക്കിടാറ്. ഒരു അശ്രദ്ധമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഖിയാമത്ത് പണ്ട് ഗൊന്തേയില്ല, എന്നിട്ട് ചൊല്ലുക ഇല്ലാണ്ടല്ലേ. ഒരു ഖിയാമത്ത് ഒറ്റ നടിക്ക് പറയുമ്പോൾ ഇങ്ങ അമ്പരന്ന് കൊണ്ടാറ്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മകളുണ്ട് ഖിയാമത്ത് നാൾ അടിച്ച് വീശിൽ വരുമ്പോൾ രണ്ടാൾമാർ പരസ്പര കച്ചവടാക്കിക്കൊണ്ടുള്ളത് ഡ്രസ്സിലിങ്ങനെ കച്ചവടാക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് അതിനെ ബുടുമാട്ടി വെച്ചിരാറ്. പക്ഷെ മടക്കു ടൈമില്ല. ഖിയാമത്ത് നാൾ വന്നിട്ട് ഇങ്ങനെ അട്ടഹസിച്ചിട്ട് തിരിപാടിട്ടേ അതേ മനുഷ്യ ഹൗദുക്ക് തന്നിക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട തന്നെയുള്ള ജാഗിക്ക്. പക്ഷെ കുടിക്കുക കൊണ്ട് സാധ്യമില്ല. ഖിയാമത്ത് നാൾ വന്നിട്ട് ഒരു മനുഷ്യ ആഹാര തിന്നുക വേണ്ടിയിട്ട് ബായിരം മുട്ട എടുത്തോ പോയിടാ ഉൽഗത്തി ഇടുകയല്ല ഖിയാമത്ത് നാളായിട്ട് ഇങ്ങനെ എന്തല്ലേ ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെ ഇക്കുമ്പമേ ഖിയാമത്ത് നാൾ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യമാനിയായ ഒരു കാത്ത് പെറുപാട്ടുകയും എന്നിട്ട് പട്ടിട കാണ്ടി അത് അത്ര സോഫ്റ്റും കസ്തൂരി കാണ്ടി മണമുള്ളതും ഇങ്ങനത്തെ ഒരു കാത്ത് പെറുപാടിയിട്ട് വളരെ സോഫ്റ്റായ കാത്ത് ഖിയാമത്ത് നാൾ ആ മുട്ടാവുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ആ ഭയാനകത്തെ കിട്ടുക തീരാ സമാധാനത്തിൽ ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ് പോണു ചെന്നിട്ട് മുഅ്മിനീങ്ങളായ ആൾമാർക്ക് അല്ലാഹു കൊടുക്കുന്ന നിയമത്താണ് ഈ കസ്തൂരി കാണ്ടി മണമുള്ള സോഫ്റ്റായ കാത്ത് വന്നിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. മുഅ്മിനീങ്ങളെ ചന്തത്തിലാണ് പിടിച്ചുകൊണ്ടത്. പിന്നെ ഇവിടെ ബാക്കിയാവുന്നത് ഖിയാമത്ത് നാളിലെ ആ ലാസ്റ്റ് ഘട്ടത്തിൽ ബാക്കിയാവുന്നത് ബെടക്ക് പിടിച്ച ആൾമാർ, തമ്മാടികളായ ആൾമാർ ഇതല്ലേ അങ്ങനത്തെ ആൾമാരാണ് ബാക്കിയാവിടെ. അങ്ങക്ക് എന്തും കുന്തില്ലാണ്ട് ദീനും കുന്തില്ലാണ്ട് ഉള്ള ആൾമാർ അങ്ങനെയാണ് ഖിയാമത്ത് നാളിലെ എല്ലാ ഭയാനകതയും നമുക്ക് അവിടെയുണ്ട്. ഇങ്ങനൊരു ഖിയാമത്ത് നാൾ വരുമ്പോൾ ലായസ്തതിയൂന ഈ ചൊന്ന കാഫിരീങ്ങളും തമ്മാടികളായ ആൾമാർക്ക് തീരല തൗസിയത്തുൻ വസിയത്താക്കുക തീരല ഒരു വിഷയവും തീരല അങ്ങ് വസിയത്താക്കുക തീരല ഒരു വിഷയം ചർച്ചയാത്ത ടൈമില്ല അങ്ങ് പോയിട്ട് ഒരു പലക്കവരെ മുണ്ടുകളെ കൊണ്ട് സാധ്യമില്ല. ഇത്രയും ഉണ്ടാവില്ല പിന്നെ ടൈമുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധമായ വിഷയം കൊടുക്കൂടെ, അക്രമങ്ങൾ ആരെങ്കിലും ഉപദ്രാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തിരിച്ചു കൊടുക്കൂടെ, കടങ്ങൾ തിരിച്ചു കൊടുക്കൂടെ, ഒന്നും ടൈമില്ല. വസിയത്താക്കുക ടൈമില്ല. അപ്പം അത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാൾ ഇങ്ങനെ മുട്ട പണ്ടുണ്ടാണ് ഖുർആനിലുണ്ട്. വല ഇല അഖ്ലിഹിം ഇങ്ങനെ പെഞ്ഞായമൊക്ക കുടുംബത്തൊട്ടിಗೆ ഇങ്ങനെ ചങ്ങായിമാരൊട്ടിಗೆ ഇറച്ചിയോൻ നിങ്ങൾക്ക് മടങ്ങുക എത്തുക സാധ്യമില്ല. അവ വിട്ടിട്ട് പുറത്ത് പോയിട്ടിക്കുവാറ്, സ്വത്തുക്ക് വേറെ ആയത്തുക്ക് വേറെ ജാഗയെല്ലാം പോയിട്ടിക്കുവാറ്. പക്ഷേ ആ അവ വിട്ട് പുറത്ത് പോയ ആൾമാർ ഖിയാമത്ത് നാൾ വന്ന് പിന്നെ ഔത്തുകെത്തുകില്ല. അവിടെമേ അങ്ങനെ തീരെ ഉള്ള ജാഗയിൽ തീരെ അങ്ങനെ ഔത്ത് വരാൻ സാധ്യമില്ല. ഇങ്ങനെയായിട്ട് ഖിയാമത്ത് നാളിൽ ഭയാനകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൊടുക്കും. ഇനിയും ഖുർആൻ ചൊല്ലുന്നു വനുഫിഖ ഫിസ്സൂർ സൂറു ചൊല്ലുന്ന കാഹളത്തിൽ ഊത കൊണ്ടോ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് ഊതല്. അത് ഖിയാമത്ത് നാളിൻ്റെ രണ്ടാമത്തെ ഉത്തര വിഷയമാണ് ചൊല്ലുന്നത്. അപ്പോഴാണ് ഈ ദുനിയാവിൽ മരിച്ചുപോയ എല്ലാ ആൾമാർ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി മനസ്സിലാക്കുന്നതാണ്. ഒന്നാമത്തെ ഊത്തു ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിട്ട് അട്ടഹസിക്കുമ്പോൾ ലോകം ഒന്ന് ബരക്കുമ്പോൾ മുഅ്മിനീങ്ങൾ അല്ലാഹു നല്ല നിലക്ക് ഈ ദുനിയാവിടെ വിളിച്ച പോയിട്ടേക്ക് പിന്നെ ഷർറ് പിടിച്ച കാഫിരീങ്ങളും ബെടക്കാർമാർ മാത്രം ബാക്കിയാവുള്ളൂ. അങ്ങാണ് പെട്ടെന്ന് കുന്തില്ലാണ്ട് അമ്പറന്നിട്ട് അങ്ങനെ അല്ലാഹു തആല ഇല്ലാണ്ടാക്കരുത്. എന്നിട്ട് എല്ലാവരും ഈ ലോകത്തിൽ നിന്നിട്ട് ഇല്ലാണ്ടായിട്ട് കാലിയിട്ടുണ്ടായാൽ പിന്നെ ഒന്നാമത്തെ ഊതായാൽ പിന്നെ 40 വർഷം ഭൂമി അങ്ങനെ ബാക്കിയാവുള്ളൂ. മനസ്സിലാക്കണം, 40 വർഷം. ഈ ഖിയാമത്ത് നാളിൽ എന്തെല്ലാം നടന്നത്, എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നത്, ചമ്മ നടന്നത്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിട്ട് ഖുർആന്റെ വേറെ വേറെ ജാഗയിൽ ചെന്നുകൊണ്ടുണ്ട് എന്തല്ലേ. അപ്പോൾ അതെല്ലാം അനുഭവിച്ചാൽ പിന്നെ ഭൂമി ഈ ഒരു ഊത്ത് ഊതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂമി ശാന്തമായിട്ട് കിടക്കും. പല നിലക്കുള്ള പേടിജനകമായ വിഷയം ഭൂമിയിലുള്ള ആയാൽ പിന്നെ ഭൂകമ്പങ്ങളും എല്ലാം ആയാൽ പിന്നെ ഭൂമിയിൽ മനുഷ്യന്മാരില്ല, ശാന്തമായ വിഷയം. മഴ പണ്ട് തന്നിങ്ങ നടക്കരുത്, മരങ്ങളെല്ലാം വിളയിട്. പക്ഷേ ഒരു സൃഷ്ടികളും ഇതിൽ യൂസ് ആകുകയില്ല. ഇങ്ങനെ 40 വർഷം കഴിഞ്ഞാൽ പിന്നെ
ഊതിയിട്ട് 40 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ കീഴ്ഭാഗത്തിൽ നിന്നിട്ട് ഒരു ഗട്ടിയുള്ള മല അല്ലാഹു പുറപ്പാട്ട്. അങ്ങനെ മല പുറപ്പാട്ടും ഒരു മനി പോലത്തെ മല ഇട്ടിക്കിടും. അപ്പോഴാണ് ഓർത്തോർത്തറും തൈങ്ങ എന്തായതുപോലെ മുളച്ചതുപോലെ തൈങ്ങ മേൽ ബണ്ടതുപോലെ മനുഷ്യന്മാർ ഭൂമിയുടെ അടിയിൽ നിന്നിട്ട് ബണ്ടാറുണ്ടായിട്ടിക്കിടും. തൈങ്ങ ബണ്ടതുപോലെ. പക്ഷേ ഭൂമിയാണെങ്കിലോ മനുഷ്യരിടീ തിണ്ടിട്ടിക്കിടും. എന്തല്ലേ ഉജുബുൽ ദനബ് ഒരു മൃഗത്തിക്ക് ബീരവണ്ട ജാഗുണ്ട്. മൃഗത്തെ അത് ആ ജാഗ മനുഷ്യരും ഉണ്ട്. ബീരവണ്ടിലെങ്കും ബീരവണ്ട ജാഗയുണ്ട്. ആ ജാഗയിൽ ഒരു ചെറിയൊരു മുള്ളുണ്ട്. അത് മാത്രം ബാക്കിക്കിടും. ബാക്കിയെല്ലാം പോകുന്നു. അത് ബാക്കി ചെന്നെങ്കിൽ ചെറിയൊരു ജറാദ് പക്ഷിയുടെ കണ്ണ് പോലെ. ജറാദ് പക്ഷി ഇരുട്ടി പോലത്തെ ഒരു വസ്തുവായിട്ടിരിക്കും. ഇരുട്ടി നിങ്ങൾ ചൊല്ല ചെറിയ അതിൽ കണ്ണ് പോലത്തെ ഒരു വസ്തു അതാണ് ബാക്കി അവിടെ. എന്നാൽ കണ്ണിൽ കാണുമ്പോൾ സാധ്യമില്ല. അങ്ങനെ കബർ പോയി നോക്കിയും ചിലപ്പോൾ കണ്ണ് കാണുമ്പോൾ സാധ്യമില്ല. അങ്ങനത്തെ ഒരു വസ്തു മാത്രം ബാക്കിയാവുള്ളൂ. ബാക്കിയെല്ലാം പോകണ്ടു. എന്തേറ്റല്ലേ നല്ല സ്വാധീനങ്ങൾ തടി അങ്ങനെ ബാക്കിയാവുള്ളൂ. അല്ലാത്ത ആൾമാരുടെ വിഷയം അങ്ങനെ ടോട്ടലി ഈ ഉജൂബു ദനബ് ചൊല്ലെ ആ ചെറിയൊരു അംശത്തിലൂടെ മനുഷ്യ മേൽബണ്ട കൊണ്ട് തടിയെല്ലാം എന്താ തൈങ്ങ മേൽ ಬಂದ പോലെ വന്നിട്ട് സൂര്യകിരണെല്ലാം പോന്നിട്ടു ಅವನು ಮನುಷ್ಯ ರೂಪಕ್ಕೆ ಎತ್ತಿಟ್ಟು ಇನಿപ്പോൾ ಅವನು ಮನುಷ್ಯರ ರೂಪಕ್ಕೆ ಬಂದ. ಎಲ್ಲ ಆ ടൈമിൽ വന്നൊരു പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ചെന്നിട്ടു എന്തായിരിക്കട് ഇവൻ എല്ലാവർക്കും റൂഹുടെ വ്യവസ്ഥ അല്ലാഹു റൂഹ് കൊടുക്കും. ഫൈദാഹും ആ ടൈമിലാണ് ഈ ആൽമാർ മിനൽ അജിദാദ് അങ്ങനെ ശരീരത്തിൽ നിന്നിട്ട് ഖബറിൽ നിന്നിട്ട് ഇലാ റബ്ബിഹിം റബ്ബുടെ മുട്ട റബ്ബുടെ ദഅവത്ത് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ റബ്ബു നിക്കൊച്ചെന്ന ആ ജാഗക്ക് യൻസിലൂൻ അങ്ങനെ എന്താക്കാറ് പോണ്ടാറ് സ്പീഡിൽ പോണ്ടാറ്. അപ്പോൾ ഖിയാമത്ത് രണ്ടാമത്തെ ഊത്തലത്ത് റൂഹ് കിട്ടിയാൽ പിന്നെ ഹൈ സ്പീഡിൽ എന്താക്കടാ റബ്ബുടെ മുട്ട കൊണ്ടാറ്. ആസൽ കൊണ്ടല്ല ഹൈ സ്പീഡിൽ ഇരുന്നെങ്കിൽ ഖിയാമത്ത് ഇത്ര നല്ല ഒട്ടിക്ക് പോകാനല്ല. അങ്ങനത്തെ പോക്കും അള്ളാഹു ആക്കടാനേ മെല്ലെ ഇല്ല. പിന്നെ സ്പീഡ് പോകണം അള്ളാഹു പോകാട്ടെ. നിർബന്ധിതമായിട്ട് അള്ളാഹു തല കൊടുക്കുന്നുണ്ടായിരിക്കട്ടെ. എന്തല്ലേ നിർബന്ധിതമായിട്ട് അല്ലാണ്ട് ഇങ്ങനെ ഒരു ആസലിങ്ങ പോകണ്ടല്ല. നിർബന്ധിതരായിട്ട് ഇത് കാഫിരീങ്ങളെ പൂക്കളെ സംബന്ധിച്ചിട്ടാണ് ചോദ്യം. ഹാലു ഈ വിഷയം കണ്ടിട്ടാകുമ്പോൾ പുനർജന്മത്തെ നിഷേധിക്കടെ എല്ലാ നിരീശ്വരവാദികളും എല്ലാ കുഫാറുകളും എല്ലാ മുശ്രിക്കുകളും എന്താക്കടാറ് ഖബറിൽ നിന്നിട്ട് എണിക്കുമ്പോൾ അങ്ങനത്തെ യാ വൈലനാ എന്തോ ഒരു ഹലാക്കെ നിങ്ങൾക്ക് ഇനി പേടിയാളത്തോടെ ഇത്രത്തോളം പുനർജന്മമില്ലാണ്ട് ദുനിയാവിൽ ചെന്നായിരുന്നു. ഇന്ന് പുനർജന്മ ആവലോട് കൂടെ എന്താവും എന്തോ ഒരു ഹലാക്കെ എന്ന് ചൊല്ലിട്ട് യാ വൈലനാ ഏ ഹലാക്കെ പറബ ನನ್ನ ಹಲಾಕೆ ಎತ್ತಿತ್ತಿದ್ದು ಮರ್ಪದಿನ ನನ್ನ ಈ ಒರങ്ങിಯ ಜಾಗೆಡೆ ഞങ്ങളെ ഹയാത്താക്കിയവനാറ് വന്തിയവനാറ് ഞങ്ങൾ ഉറങ്ങിയിട്ടിന്റെ ഞങ്ങളെ ഊട്ടെ വന്തിയതാറ്. ഖിയാമത്ത് ഒരു ഭയാനകത മനസ്സിലാക്കും. കാഫിരീങ്ങളും പുനർജന്മ നിഷേധിക്കുന്ന ആൾമാരും അള്ളയുടെ മറന്ന് ജീവിച്ച ആൾമാരും കേൾക്കടെ ഞങ്ങൾ കിടന്നിട്ടിന്ന ഞങ്ങളെ വന്തിയാറും എന്തേറ്റല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഊത്ത് ഊതിയതോടു കൂടെ പിന്നെ അദാബില്ല. അവിടുത്തോളം മനുഷ്യർക്ക് അദാബിക്കരുത് ദോഷിങ്ങൾക്ക്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒരു ഊത്ത് ഊതരല്ലേ പിന്നെ 40 വർഷം ഫ്രീ ആയിട്ടിരിക്കടെ ഭൂമി. ആ ടൈമിൽ മാത്രം അദാബ് അല്ലാഹു തആല ഉയർത്തിട്ടിക്കുള്ളൂ. അങ്ങനെ ചൊല്ലുന്ന മമ്പഴത്തനാമി മറുത്തതിന കിടന്ന ജാഗ്രത വന്തിയാറുണ്ട്. അവിടുത്തോളം കിടന്നിട്ടുള്ള ഇക്കിടങ്ങ ഈ ഒരു ടൈമിൽ ഈ ഒരു 40 വർഷത്തെ അവധിയിൽ എല്ലാ ആൾമാരും അദാബില്ലാണ്ട് കിടാറ്. അങ്ങനെ ചൊല്ലിട്ട് നിങ്ങൾ കിടന്നിട്ടിന്ന നിങ്ങളെ വന്തിരാറുണ്ട്. അപ്പോഴാണ് ഖുർആൻ അല്ലാഹു തആല അങ്ങനെ എല്ലാ ചോദ്യത്തിനും ഉത്തര ഈ ദുനിയാവുൽ റബ്ബുടെ നിഷേധിച്ചിട്ട് ഖിയാമത്ത് നാൾ ഇല്ല മരിപ്പോട് കൂടെ മനുഷ്യ തീന്നിട്ട് പിന്നെ ഒരു പുനർജന്മ ഇല്ല എന്നിട്ട് തമാസാക്കിയ നിഷേധിച്ച മറന്നു കളഞ്ഞ അങ്ങനൊട്ടിಗೆ അല്ലാഹു തആല ഖുർആനിൽ சொல்ற ആ ടൈമിൽ சொல்ற പലക്കാണ് കേട്ടില്ലേ
മതാഹാദൽ വഅദ് നീ ചൊന്നുണ്ടാല ഖിയാമന്നാലെ എത്ര ടൈമായിട്ട് ചൊല്ലോ തുടങ്ങിയിട്ട് എൗണ്ടു ചെന്ന് കേട്ടേക്കുള്ള ഉത്തര അല്ലാഹു തആല ഔടെ കൊടുക്കടോ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അള്ളാഹുറെ മുട്ട എല്ലാരെ ബലിപാട്ടെ കാശിരിങ്ങളെ വിളിച്ചോട്ട് ഓടുപാട്ടെ മുണ്ട നടക്കുകയില്ല ഓടിയോണ്ട് പറഞ്ഞു വന്നിട്ട് നിപ്പാടിട്ട് അള്ളാഹു താല ചൊല്ലു ഹാദാ ഇതായിട്ടിക്കട് മാ വഅദ റഹ്മാൻ റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഇതായിട്ടിക്ക്. ഖിയാമത്ത് നാൾ വരെ കൊണ്ടു പുനർജന്മം കൊണ്ട് ദുനിയാവും ചൊല്ലുമ്പോൾ നിങ്ങൾ അതിൽ തലക്കെടുത്തിട്ടില്ല. നിങ്ങൾ ദുനിയാവിലെ മുഴുകി പോയാൽ അള്ളാഹുടെ നിഷേധിച്ചാൽ ബടക്കത്തരത്തിൽ മുഴുകി പോയാൽ എന്നിട്ട് ഖിയാമത്ത് നാൾ എപ്പാത്തൊന്ന് തമാശാക്കിക്കൊണ്ടിരുന്നാൽ ഇതാ നിങ്ങൾ അണ്ടത്തെ തമാശാക്കിക്കൊള്ള ഉത്തര ഇതായിട്ടിക്കട് വസദഖൽ മുർസലൂൻ മുർസലീങ്ങൾ നേരെ ചൊല്ലിയ വിഷയം ഇതാണ്. അല്ലദീ വഅദഹു റഹ്മാനു ഫി ദുനിയ ദുനിയാവിൽ അല്ലാഹു തആല വാഗ്ദാനാക്കിയാൽ ആ ടൈം ഇതായിരിക്കും. വഅന്നഹും ഖുൽതും നിങ്ങൾ കേട്ടാറല്ലേ എപ്പോൾ ഖിയാമത്ത് നാൾ ഇൻകാറാക്കിയിട്ട് മുർസലീങ്ങൾ നേരെ ചൊന്നില്ല ഖിയാമത്ത് നാൾ ഉണ്ടോ നിങ്ങൾ കളവാക്കില്ലേ അതുക്കുള്ള ഉത്തരമാണ് ഇത്. ഒന്നോ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് ചൊൽപാട്ടെ ചെന്നിട്ടും അല്ലെങ്കിൽ ഇങ്ങ ആരൊട്ടെ ചോദ്യം കേട്ടാണ് ദുനിയാവ് ആ ചോദ്യം കേൾക്കപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെ ഉത്തരം കൊടുക്കട്ടെ ചെന്നിട്ടും ഖിയാമത്ത് നാളെ തമാശാക്കിയിട്ട് ഞങ്ങൾക്കുള്ള ബദൽ കേൾക്കില്ലേ അതുകൊണ്ട് ഖിയാമത്ത് നാൾ എപ്പോൾ പുനർജന്മം ആ മുഅ്മിനീങ്ങളെ ഉത്തരം കൊടുക്കട്ടെ ചെന്നിട്ടായിരിക്കട് രണ്ട് അഭിപ്രായം. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെ ഒരു നനപ്പുക വേണ്ടിയിട്ട് അങ്ങനെ കാതുകൾ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. എന്നിട്ട് നിങ്ങൾ കേട്ടെങ്കത്തെ എന്നിട്ട് ബഅസകും റഹ്മാനുല്ലദീ വഅദകും ദാലിക ഫീ കുതുബിഹി ചൊന്നിട്ടു വലൈസ ബിൽ ബഅസല്ലദീ തതവഹമൂൻ നിങ്ങൾ ഊഹിച്ച പോലത്തെ പുനർജന്മ അല്ല ഇത് വരങ്ങിട്ട് എനിക്കിനെ പോലത്തെ ഇതല്ല ഇതാണ് ഈ പുനർജന്മ. അല്ലാഹു തആല പ്രത്യേക ഹാദാകളുള്ള കാരണം വരങ്ങിട്ട് എനിച്ച പോലത്തെ ഇതല്ല ഈ കഠോരമായ നിലക്കുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ട് ഒന്നാമൂത്തും പലതും അനുഭവിച്ചിട്ട് ഇനിയുള്ളതാണ് നിങ്ങൾ കണ്ട് കേട്ടോണ്ടുള്ളത് ചെന്നിട്ടു അല്ലാഹു തആല ചൊല്ല് ഒന്നേറ്റല്ലേ അത് നിങ്ങൾ തമാശാക്കട പോലത്തതല്ല ഇത്രയും പേടിയുള്ള വിഷയമാണ് ഖിയാമത്ത് നാൾ ചെന്നിട്ടു അങ്ങനെ അല്ലാഹു തആല അറിയിക്കട്. ഈ ഖിയാമത്ത് നാൾ ആയിട്ടില്ല ഇല്ലാ സ്വൈഹതൻ ഒരു അട്ടഹാസമല്ലാണ്ട് വേറൊന്നുമല്ല. ഒരു അട്ടഹാസ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരു രണ്ടാമത്തെ ഊത്ത് അതിൽ എന്ത് ചൊല്ലു അയ്യതുഹൽ ഇലാമുൽ ബാലിയ അയാൾ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പാറക്കല്ലുണ്ട് മണ്ടകൽ അതിനുമേൽ നിന്റെ ചൊല്ലേ ഓ നുറുമ്പിയ ഇരുമ്പ് മുള്ളുകളെ അതാ ചിന്ന ഭിന്നമായ അവയവങ്ങളെ പരന്ന് കിടക്കുന്ന മുടികളെ ഇന്നല്ലാഹൽ മുസവ്വിർ അല്ലാഹു മനുഷ്യന്മാർക്ക് കോലാക്കുന്നവനായിരിക്കട്ടെ അൽ ഖാലിഖ് അല്ലാഹു സൃഷ്ടിച്ചവനായിരിക്കട യഅ്മുറുകുന്ന നിങ്ങളൊട്ടിಗೆ ചൊന്നുകൊണ്ടുള്ള അന്തജിത്തമാന നിങ്ങൾ ഒട്ടാവണം നിങ്ങൾ നല്ലവണ്ടെയും ബടക്കിടവണ്ടെ വേർതിരിക്കടെ പോലത്തെ ഒരു തീരുമാനം നടക്കുകൊണ്ടു ಅದಕ್ಕೆ നിങ്ങൾ റെഡിയാവും ഫജിത്തമിയോ എല്ലാവരും ഒട്ടുകൂടും. ഇനി അള്ളാഹുവിന്റെ മുട്ടത്തെ ആ നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ മുന്നിൽ കാട്ടുകൊണ്ടു വൈക്ക് വേണ്ടി ബറു നിങ്ങൾ അതേപോലെ അള്ളാഹുടെ എല്ലാ ജബ്ബാർ അള്ളാഹു ജബർ നിർബന്ധിച്ചിട്ട് പലതും നിങ്ങളെ കൊണ്ട് ആത്മാട്ട കൊണ്ടേക്ക് ബറു നിങ്ങൾ. ആ ടൈമിൽ ഈ ഒരു ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതിട്ട് ഇങ്ങനെ ഒരു അട്ടഹസിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പളക്ക ചെന്നിട്ടാകുമ്പോൾ ഫൈദാഹും ആൽമാർ പെട്ടെന്ന് ജമീഉൻ ഒട്ടുകൂടാറ് ലദൈന ഞങ്ങളെ മുട്ട എല്ലാവരും ഒട്ടുകൂടാറ് മുഹ്ളറൂൻ എല്ലാവരും ഹാജരാവാറ് അവിടെ ഒന്ന് ഹാജരാവാറ്. അപ്പോൾ ഖിയാമത്ത് നാൾ അത്രയും നിസാരപ്പെട്ട ഒരു വിഷയം. ഒരു ഊത്ത് രണ്ടാമത്തെ ഊതിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കലോടുകൂടെ എല്ലാവരും ആ വിളി കേട്ടിട്ട് ഇവിടെ വന്നാർ. ആ വിളി കേട്ടിട്ട് അള്ളാഹു മുട്ട വന്നാർ. ഇനിയാണ് എല്ലാവും ആഖിറത്തിൽ വെച്ചിട്ട് നടക്കടെ. ആ നടക്കുന്ന വിഷയമാണ് യാസീൻ സൂറത്തിൽ ഇനി ചൊല്ലുള്ള ചില വിഷയങ്ങൾ. ഏതാണെങ്കിലും അള്ളാഹുടെ കലാമ് അവിടെ പോലെ നിങ്ങൾ മനസ്സിലാക്കിയ അല്ലേ കാലിങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് പോയിട്ട് യാസീൻ തീർക്കാന്ത് എല്ലാക്കാന്ത് അർത്ഥം വെച്ചുകൊണ്ട് പോയിട്ട് പക്ഷേ അങ്ങനെ അർത്ഥം വെച്ചെങ്കിൽ ഇത്രമേമാ അള്ളാഹുടെ കലാമ് ഇത്രമേമാ അള്ളാഹുടെ വിഷയ ചെന്ന് ചില ആൾക്കാർ തോന്നിപ്പോ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ശൈലിയും അതിൽ അപ്പുറ ഇപ്പുറമുള്ള ചെന്നിട്ടില്ലെങ്കിൽ
ഖുർആൻ ഇത്തരമാണ് തോന്നിപ്പോകും. അതൊക്കെ വേണ്ടിയിട്ട് ഇതിൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഖുർആൻ വെറും ഒരു അർത്ഥം വെച്ച് പോയിട്ടൊരു കാര്യവും ചില ആൾമാരെ കിട്ടില്ല. ഒന്നേറ്റല്ലേ ഇനി ഇത്തരമുള്ള വിശദീകരിക്കും എത്ര ഭാവമുണ്ട്. ഖുർആനുകളിൽ എത്ര തഫ്സീറിലോ വിശദീകരണ ലോകത്ത് പേരേക്കിത്തല നന്നിട്ടമേ ഒരു 20 ജുസു 15 ജുസു ഉള്ള പോലത്തെ തഫ്സീരെ 10 നമുക്ക് കണ്ടിട്ടുണ്ട്. ഒന്ന് 20 ജുസു ഉണ്ട്, പിന്നെ ഒന്ന് 15 ജുസു ഉണ്ട്, പിന്നെ ഒന്ന് 10 ജുസു ഉണ്ട്, 8 ജുസു ഉണ്ട്. ഇങ്ങനത്തെ ഇത് 10 നമുക്ക് കിതാബ് കണ്ടിട്ടുണ്ട് ഖുർആൻ്റെ തഫ്സീർ. അതെല്ലാം വെച്ചിട്ട് എല്ലാം വിശദീകരിച്ചിട്ട് അർത്ഥം വെച്ചിട്ടുണ്ടായെങ്കിൽ ഒരു യാസീൻ്റെ ഒരു 5 ആയത്ത് മാത്രമേ പോയിട്ട് കാണിക്കൂ. ന്യായം അങ്ങനത്തെ അത്യാവശ്യം അതിൽ നിന്നുള്ള വിഷയം പെരക്കിയെടുത്തിട്ട് ഒരു വിഷയം മാത്രം നിങ്ങളുടെ ചുമര് തഫ്സീറും പലതും നോക്കിയിട്ടല്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് യാസീൻ പഠിക്കണം, ഖുർആൻ പഠിക്കണം, അള്ളാഹുടെ കലാമായിട്ടിക്കട്. ഇനി ഈ കേട്ട വിഷയത്തെല്ലാം നിങ്ങൾ നല്ലതുപോലെ അർത്ഥാക്കിയിട്ട് യാസീൻ ഓതുമ്പോൾ എല്ലാം നിങ്ങൾ തലയിൽ പറഞ്ഞു. ഇനിയും ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് മറന്നിട്ട് മിസ്സായിട്ടുള്ള ഇന്നെങ്കിൽ യൂട്യൂബിലോ എന്തിന് മുർഷിദ് മീഡിയാസ് ഉണ്ടതിൽ ഞങ്ങൾ യാസീനെല്ലാം ഇത്തരത്തോളം എടുത്ത എല്ലാ ക്ലാസ്സും അതിലുണ്ട്. എല്ലാം നിങ്ങൾ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഇനിയും ഇത് റിപ്പീറ്റും പഠിക്കാം. ഇത്ര സുലാഭത്തെ തലതിക്കോ ആവില്ല, അള്ളാഹുടെ കലാമല്ലേ. അതെല്ലാം അർത്ഥാക്കത്തിലുള്ള കഷ്ടക്കെട് ചില വിഷയമല്ല. ഒന്നേറ്റല്ലേ ചരിത്രം മാത്രമുള്ളല്ല വിഷയങ്ങളിക്കട്, തലക്ക് പോകേണ്ട വിഷയങ്ങളിക്കട്, സയൻസിക്കട്, എന്തിനായിട്ട് തർക്കങ്ങളിക്കട്. ഖുർആൻ എല്ലാ ഇൽമും അടങ്ങിയത് കൊണ്ടിട്ടു ഞങ്ങൾ കേൾക്കുന്ന പോലത്തെ കാലൊരു ഹദീസ് പോലെ അല്ല ഖുർആൻ. അതിൽ എല്ലാവർക്കും വേണമായ മറന്ത് ഖുർആനിലുണ്ട്, ജനത്തവർക്കും മറന്നുണ്ട്. എന്നാൽ ആസുഖത്ത് വന്നിട്ട് നല്ലക്ക് നക്കാഭിഷേകം കിട്ടിയിട്ടില്ല, നക്ക് വേലും പോലെ കിട്ടിയിട്ടില്ല എന്ന് ചൊല്ലൊക്കെ തീരെ മനുഷ്യന്മാർ. അതൊക്കെ വേണ്ടി എല്ലാ ഉത്തര ഖുർആൻ ദുനിയാവിലെ തന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ടു ചിലപ്പോൾ എല്ലാവർക്കും ഏതുപോലെ വേറെ വാഴ് പോലെ സാധാരണ ഖബറിന്റെ വിഷയം മാത്രം ചൊല്ലുന്ന വാഴ് അല്ലെങ്കിൽ ചരിത്രം ചൊല്ലുന്ന വാഴ് പോലെ ചിലപ്പോൾ ഖുർആൻ ആൾമാർക്ക് ആവണമുണ്ടില്ല. ഖുർആൻ എല്ലാ വിഷയങ്ങളും അടങ്ങിയത് കൊണ്ട് ആ ഖുർആൻ കൊത്തിട്ട് ഞങ്ങൾ പോകണം. ഞങ്ങൾ കൊത്തിട്ട് ഖുർആൻ കിട്ടില്ല. ഖുർആൻ കൊത്തി ഞങ്ങൾ പോയിട്ട് ഇനിയും ഖുർആൻ്റെ ചന്മ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ്റെ ഈ സുബൈക്ക് ഞങ്ങൾ യൂസാക്കിയ ഓരോരോ ടൈമും അല്ലാഹു നമുക്ക് വലിയ കബൂലുള്ളതാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തുമാറാകട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് നാളെ നോമ്പില്ലെങ്കിൽ വേറെ ക്ലാസ്സുകൾ വയ്ക്കും. അതിനെ ചെന്നൊരു സാധ്യത വെച്ചിട്ട് മാത്രം ഇപ്പം ഇങ്ങനെ ചെന്നത് രണ്ടു കൂടെ നോമ്പ് തീരുണ്ടെന്ന് അർത്ഥത്തില്ല. ഇല്ലാണ്ടായി പിന്നെ ഞങ്ങൾ പിന്നെ അഭിഷേകമുള്ളതല്ല ലൈക്ക് ചെന്ന് നാളെ വേറെ ക്ലാസ് വയ്ക്കും. ഇൻഷാ അല്ലാഹ് ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ഖുർആൻ പഠിച്ചത് കൊണ്ടിട്ട് അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അതിനാശയങ്ങൾ തലൽ വെച്ച് നടക്കുകയും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ ഞങ്ങളെ കൈപിടിച്ചിട്ട് സ്വർഗത്ത് ഉയർത്തുപോകണ്ടേ ശിഫാറസുദാറായിട്ട് അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ഖുർആൻ ഞങ്ങളെ രോഗത്തിന് ശിഫ ആക്കിയിട്ട് അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഞങ്ങളെയും ഞങ്ങളെ അബ്ബ കുഞ്ഞായ്മക്ക കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടങ്ങൾ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാവുകൂ, ബേജാറ് ദൂറാവുകൂ അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. കടങ്ങൾ തരുമാറാകട്ടെ. അള്ളാഹു സ്വന്തം ജാഗ സ്വന്തം അള്ളാഹു എല്ലാവർക്കും പാടി തരുമാറാകട്ടെ. സ്വറയില്ലാത്തവർക്ക് സ്വറ തരുമാറാകട്ടെ. ഇല്ലാത്തവർക്ക് മക്കാഗ്രഹിക്കണമെങ്കിൽ മക്കളെ നൽകുമാറാകട്ടെ. എല്ലാവരും മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആഫത്ത് മുസീബത്ത് ആഹാത്തി അടങ്ങിയൊരു ഫിത്ന ഫസാദ് എല്ലാ ഉപദ്രവങ്ങൾ ബണ്ടിതർക്കും അള്ളാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ഇത് നിങ്ങളുടെ അവസാനത്തെ റമദാനാക്കാണ്ട് ധാരാളം ജീവിതത്തിൽ ഇതുപോലത്തെ റമദാനുകൾ തരുമാറാകട്ടെ. ജീവിതത്തിൽ നിരന്തര ഇൽമുടെ സ്നേഹിച്ചിട്ട് ഇൽമു പഠിച്ചിട്ട് അതുകൊണ്ടിട്ട് ദുനിയാവ് ആഖിറ വിജയം കരസ്ഥമാക്കടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ അല്ലാഹു തആല തന്നെ അക്കലുടെ ആ ഇൽമിന് വേണ്ടി വിക്കിവെക്കടെ ഒരു മുഅ്മിനീങ്ങൾ അല്ലാഹു തആല പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഉന്നതമായ സ്ഥാനം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ ആഖിറം അല്ലാഹു സുലാബത്താക്കി തരുമാറാകട്ടെ. ആഖിറത്തെ സർവ്വ ഭയാനകതയിൽ നിന്ന് രക്ഷിച്ചിട്ട് സ്വർഗ്ഗത്ത് അല്ലാഹു ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു